ഉണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി പേര് ഇങ്ങനെ കൈ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ഒരു ഫുൾ പാക്കേജ് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു അല്ലേ. ആൻഡ് വി ഹാവ് അവർ പ്രൊഡ്യൂസർ ആക്ടർ IVFX, yeah, Indrajit, please welcome sir. Siju Thurur, please welcome Siju Thurur. Thank you sir. എനിക്ക് തോന്നുന്നു സൂ ഫ്രം സോ എനിക്ക് തോന്നുന്നു മലയാള പടം അല്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും കൂടുതൽ എൻജോയ് ചെയ്ത് ഈ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമയില്ലാതെ പറയാം. കാരണം വന്നിരിക്കുമ്പോൾ തൊട്ട് അവസാനം വരെയും ചിരിയായിരുന്നു എല്ലായിടത്തുനിന്നും. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെറിയൊരു സിനിമയാണ്, മലയാളി ആക്ടേഴ്സ് ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് അവരെല്ലാം സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും. മൊത്തം അറിയാവുന്നത് രാജ് സാറിനെയാണ്, അദ്ദേഹത്തെ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമ കണ്ടു. നല്ലൊരു സിനിമയാണ്, കൊച്ചു സിനിമയാണ്. അതിലെല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ ക്രൂ മെമ്പേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു കന്നഡയിൽ ഇത് ഭയങ്കര ഹ്യൂജ് ഒരു സക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോടികളുടെ കണക്കാണ് ഒരു ചെറിയ സിനിമ വാരിക്കൂട്ടുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും സാർ. താങ്ക് യു സോ മച്ച്. Thank you so much. And now let's welcome Manikantan Acharya. സിനിമ കണ്ടതിനപ്പുറത്തേക്ക് ഒരു വില്ലേജിൻ്റെ ഭാഗമായി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പെട്ടെന്ന് കുറേ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര ഇൻവോൾവ് ആയതുകൊണ്ടാണ്. രവിയണ്ണൻ, ചന്ദ്രൻ, രമേശൻ, ഗുരുജി, സുലോചന, ഭാനു, സതീഷ്, അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ അതിൻ്റെ ആ വില്ലേജിലെ ഒരാളായിട്ടാണ് ഈ സിനിമ കണ്ടത്. ഇനി ഇതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല. ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ കൂടെയൊക്കെ സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ മലയാളത്തിൽ വന്ന് അഭിനയിക്കുന്ന പോലെ ഇവിടുന്ന് കൊണ്ടുപോയി കന്നഡയിൽ അഭിനയിക്കും. താങ്ക് യു, ലവ് യു. Thank you so much. And now let's welcome Jithin K. Jose. Jithin ചേട്ടനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ. സോ നെക്സ്റ്റ് ഒരു കിഡ്ലൻ പടമൊക്കെ ആയിട്ട് ജിതിൻ ചേട്ടൻ ഐ തിങ്ക് വരാൻ പോകും കൂടെയാണ്. സോ വൺസ് അഗൈൻ ഒരു ചെറിയ ക്ലാപ്പ് കൊടുക്കാമോ പ്ലീസ്? സോ വൺസ് അഗൈൻ ലെറ്റ്സ് വെൽക്കം ജിതിൻ കെ ജോസ്. എനിക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ തന്നെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സിനിമ കണ്ട ഒരു പ്രതീതിയായിരുന്നു. ഭയങ്കര എന്റർടൈനിങ്, ഭയങ്കര ആദ്യം തൊട്ട് അവസാനം വരെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. And now let's welcome Mujib Majid. Mujib sir ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ. Please welcome sir. Hi. I loved the movie. Actually, ഞാൻ കന്നഡ ഫിലിമിൻ്റെ ഒരു പാർട്ടായിരുന്നു ലാസ്റ്റ് 10 years. I used to work as a keyboard programmer there. ഞാൻ പൂർണ്ണ സാറിൻ്റെ ഒക്കെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്. സോ ലവ് ദ മൂവി, ഓൾ ദ ബെസ്റ്റ്. ലവ് ദ മ്യൂസിക്. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. And now let's welcome our director. Please sir. എൻ്റെ മലയാളം അത്ര ശരിയല്ല. അതെ, കുറേ പടം കണ്ടിനി മലയാളം. അതിൻ്റെ അത് മലയാളം ഇപ്പോൾ എൻ്റെ കാസർഗോഡ് മഞ്ചേശ്വര സ്ഥലമാണ് എൻ്റെ ഇഷ്ടപ്പെട്ട പടം. താങ്ക് യു സോ മച്ച്. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ശരിയല്ലേ? താങ്ക് യു സോ മച്ച്. എന്താ പറയപ്പോ, എൻ്റെ ഐഡിയ പോയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. And now let's welcome Ravi Annan, അല്ലേ? Yes. Namaskaram. Actually, I don't know to speak in Malayalam, sorry for that, but I really Malayalam cinema has been a biggest inspiration for us and all. Like we as a filmmakers love Malayalam cinemas from core of our heart. So I'm extremely happy that our cinema Sulochana from Someshwara is releasing in Malayalam,
and I hope you people will give all the love and support towards us as you give for all the good films coming out in Malayalam. Thank you so much. താങ്ക് യു. ആൻഡ് നൗ ലെറ്റ്സ് വെൽക്കം, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി മലയാളം സംസാരിക്കാൻ പോകുന്നത് യെസ് സന്ദീപാണ്. പ്ലീസ്. Check. So, yeah, I got this opportunity through my friend Christo. അയ്യോ മലയാളം അപ്പൊ ക്രിസ്റ്റോ ഉണ്ടല്ലോ നമ്മുടെ ടെർബോയുടെ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ. അപ്പം ടെർബോയിലെ മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോ ആണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ രാജേട്ടൻ വിളിച്ചു, പുള്ളി ഇവിടെ വന്നു. ഞങ്ങളൊരു 20-25 ഡേയ്സ് സ്കോർ ഉണ്ടായിരുന്നു. രാവിലെ 9 to ഈവനിങ് 9 വരെ അങ്ങനെ ചെയ്താണ് തീർത്തത്. ആൻഡ് ഹി ഓൾസോ റാപ്ഡ് ആൻഡ് ഹി ഈസ് ഓൾസോ എ മ്യൂസിക് ഡയറക്ടർ ഓൺലി. ലൈക്ക് ഞങ്ങൾ രണ്ടുപേരുടെയും കൊളാബറേഷൻ ആണ് ഈ സ്കോർ. ആക്ച്വലി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മോർ ദാൻ വർക്കിംഗ് വിത്ത് ഇൻക്രെഡിബിൾ ആർട്ടിസ്റ്റ്, ദീസ് ആർ ഓൾ ലൈക്ക് റിയലി ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ അതും വളരെ റെയർ ആണല്ലോ, നല്ല അടിപൊളി ഹ്യൂമൻ ബീങ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. That's a really nice thing, no? So cinema is bonus. The first thing is human beings. Yeah, Rolo. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഹരിത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് നിങ്ങൾക്ക് പാടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു സംസാരിക്കാൻ, ബട്ട് ഞങ്ങൾക്ക് പാട്ട് വേണം. യെസ് പ്ലീസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ പ്രീമിയറിൻ്റെ പാർട്ടാവുന്നത് ഇങ്ങനെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. രാജ്ബി ഷെട്ടി സർ, താങ്ക് യു ഫോർ ദ മെസ്സേജ്. കാരണം ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത ദിവസം സർ എനിക്കൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് മീൻസ് എ ലോട്ട്. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ടും യു ആർ സോ ഹംബിൾ അങ്ങനെ ഒരു മെസ്സേജ് ചെയ്യാൻ ഉള്ളൊരു കേർട്ടസി കാണിച്ചതിൽ. ഞാനിതിൽ 2 സോങ്ങാണ്, ഇൻട്രോയിൽ വരുന്ന ഒരു സോങ്ങും പിന്നെ ആകാശക്കോണിൽ എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ കുറച്ച് പോർഷൻസാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, വേഫെയർ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ, ഞാൻ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം രണ്ടാമത്തെ ഒരു അസോസിയേഷനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് സജസ്റ്റ് ചെയ്ത ഔസേപ്പച്ചൻ, ആഷിഖ് ആൻഡ് ദി ഹോൾ ടീം, സന്ദീപ് ആൻഡ് ദ മ്യൂസിക് ഡയറക്ടർ സുമേത്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് മൂവി കണ്ടതിന് ശേഷം എല്ലാവരുടെയും ഫാനായി. രവി അണ്ണൻ, അശോക് ഏട്ടൻ, ഐ മീൻ ഗുരുജി, എല്ലാവരുടെയും ഫാനായി. അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളത്തിൽ ഈ മൂവി ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് ദി എൻറ്റയർ ടീം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് വി ഹാവ് ഇന്ദ്രജിത്ത്, VFX പാർട്ടിന്ന്. യെസ്, പാടിയില്ലല്ലോ. പാട്ട് ഈ മൂവിയിലെ പാട്ട് തന്നെയാണോ? ഇതിലെ പാട്ട് തന്നെയാണെങ്കിൽ ഞാൻ അതിൽ 2 ലൈൻസ് ആണ് ഉള്ളത്, പാടാം. ആകാശക്കോണിലാരുമില്ലാതെ പാരി തളർന്നു പോയേ, നെഞ്ചകമേ മെഴുതിരി പോലെ താനേ ഉരുകി നീ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് ലിറിസിസ്റ്റ് കിങ് ഓഫ് കൊത്ത. അതെ, എനിക്ക് വേഫെയർ ഫിലിംസായിട്ട് ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കിങ് ഓഫ് കൊത്തയിലാണ്. അപ്പോൾ അതിൽ കലാപക്കാരുടെ തമിഴ് വേർഷനാണ് ഞാൻ പാടിയത്. പക്ഷെ മലയാളം കുറച്ച് പാടാം. കാടനോ മാടനോ തിക്കളിക്കേറിയ കാലനോ, ഞാനൊരാൾ കൈ ചൂണ്ടിയാൽ താനെ നീ മാറിടും ചാരമായി. കുടഞ്ഞെടുക്കാൻ വന്നാലോ തിരിഞ്ഞു കൊത്താൻ ആളുണ്ട്. കോപച്ചൂടോ വേഗത്തിൽ ചോരില്ലേ, കിളന്ത പെണ്ണിന് മുന്നാലെ വിളറി നിൽക്കണൊരാണല്ലേ. വാശിക്കാരാ തോറ്റോടില്ലേ, പണ്ടേ നാട്ടിൽ അങ്ങനെ കേറ്റിപ്പൊക്കിയ ചീട്ട് കൊട്ടാരം. പെണ്ണിൻ മൂക്കിനറ്റത്ത് കാറ്റടിച്ചപ്പോ വീണ കൂടാരം. ഉയരനിറകി ഉടലനിറകി പടരുമുടനെ, കുളിരോ ഉഷിരോ കനവോ പടരും കനലോ കലരുമൊടുവിലുരുകി ഒഴുകി ഞാൻ. കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹത്തടങ്കിലാക്കും ഞാനോ നിരന്തരം. പിരാന്തും മൂടിൽ പോലും പരാതിയില്ല, കൂടെ സവാരിയാകാൻ പോരുന്നു.
താങ്ക് യു. യെസ്, താങ്ക് യു. ഐ തോട്ട് രാജ് സർ ഇപ്പൊ ഡാൻസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അത്രയും എനർജറ്റിക് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലിറിക്സിന്റെ ഭാഗത്തുനിന്ന് യെസ്, സിജു ചേട്ടനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. പുഷ്പ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പടം വളരെ വളരെ സ്പെഷ്യലാണ് എനിക്ക്. കാരണം ഇത് ഫസ്റ്റ് ടൈം ഞാൻ കഴിഞ്ഞ മാസം അവസാനം രായ് സാറ് എറണാകുളത്ത് എത്തിയപ്പോൾ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തു. അപ്പോൾ ഡബ്ബിംഗ് സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഞാൻ ഈ പടം പൂർണ്ണമായിട്ട് കാണുന്നത്, കന്നഡ വെർഷൻ. എനിക്ക് ആ സമയത്തൊരു എന്താ പറയുക, എന്തൊരു ഫീൽ, ഒരു രക്ഷയില്ലാത്ത പടം അപ്പം തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ പാട്ടുകൾ 6 പാട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം അത് പിന്നെ സാറിൻ്റെ അകത്ത് ഒരു റാപ്പ്, ഇൻട്രൊഡക്ഷൻ സീനുള്ള റാപ്പ്, അപ്പോൾ എല്ലാം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും മലയാളം പാട്ടുകൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ പടം വലിയൊരു ഹിറ്റായിട്ട് മാറട്ടെ, മലയാളത്തിൽ എല്ലാവരും സ്വീകരിക്കട്ടെ എന്ന് ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് VFX പാർട്ട്ണർ ഇന്ദ്രജിത്ത്. ഹലോ. മലയാള സിനിമയിലത്തെ പോലെ തന്നെ കന്നഡയിൽ നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അതിനൊരു മാസ്റ്ററാണ് രാജ് സാറൊക്കെ. അപ്പോൾ രാജ് സാറിൻ്റെ ഒരു സിനിമ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിൽ ചെറിയ കുറച്ച് വലിയ അധികം VFX ഒന്നും ഇല്ല, വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ. പക്ഷേ ഉള്ളത് ഭാഗം വളരെ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ മാത്രം VFXന് വേണ്ടിയിട്ട് ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ VFX ആർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പരാജയമാണ്. അപ്പോൾ എനിവേ എന്തെങ്കിലും ഇതൊരു ഭാഗമായതിൽ വളരെ അധികം നന്ദി, സന്തോഷം. എവരി നെക്സ്റ്റും എല്ലാ ഭാഗത്തും നിങ്ങൾ വരാമെന്നാണ് താല്പര്യം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ആൻഡ് ഡിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് രമേഷ് CP, കളർ പ്ലാനറ്റ്സ്. പ്ലീസ് സർ. നമസ്കാരം. എൻ്റെ പേര് രമേഷ് എന്നാണ്, കളർ പ്ലാനറ്റ് സ്റ്റുഡിയോസ് എന്നാണ്. ഞാനും രാജ് സാറും തമ്മിൽ സ്വാതിമുത്തിന എന്നുള്ളൊരു മൂവി തൊട്ടാണ് ഞങ്ങൾ സാറിൻ്റെ മൂവി തൊട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ക്രൂ എല്ലാവരും എനിക്കും പരിചയമുണ്ട്. JP സാറും അതിൻ്റെ അകത്ത് ഒരു ഭാഗമായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് പ്രവീൺ ശ്രീയാൻ സാർ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, JP സാറാണ് അടുത്ത മൂവി ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് ആ സമയത്തോട്ട് എനിക്ക് അറിയാം. പിന്നെ ഒരു സാറിനെ എനിക്കറിയാം, കാന്താര തൊട്ടുള്ള എല്ലാത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്രൂവിനെല്ലാം പൊതുവെ എനിക്ക് നേരത്തോട്ട് പരിചയമുള്ളതാണ്. അപ്പം പിന്നെ ടോബി അതുപോലുള്ള മൂവിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുള്ള വർക്കിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സൂഫ്രം സോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചാൻസ് കിട്ടിയതിനും. നമ്മുടെ DOP ഉണ്ട്, DOP ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, ചന്ദ്ര സാറ്. അപ്പം ചന്ദ്ര സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിയും മീൻസ് വിഷ്വൽ സൈഡ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പുള്ളി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എല്ലാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗുരുജിയുടെ എൻട്രി? ഗംഭീരായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ടിൽ ഉള്ള ഒരാളെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ടാസി. എൻട്രി സോങ് പാടിയിട്ടുണ്ടായിരുന്നത് ടാസി ആയിരുന്നു. ടാസി ഒരു ആക്ടറാണ് അല്ലേ? യെസ്. ഹലോ. ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയുടെ ഭാഗമാകുന്നു. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് ട്രാക്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാമോൻ വഴി എനിക്കൊരു കണക്ഷൻ ഉണ്ടാവുകയും ആഷിക്കേട്ടൻ, ഹമീദിക്ക അവർ വഴിയാണ് എനിക്കിത് പാടാൻ പറ്റിയത്. അപ്പോൾ രാജ് സാറിൻ്റെയൊക്കെ എൻട്രി സോങ് പാടാന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സ്വപ്നമായിരുന്നു. ആക്ച്വലി എനിക്ക് ഈ സിനിമയുടെ ഇപ്പോഴത്തെ എഫക്റ്റ് അറിയാൻ പറ്റും. കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്, ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ പടം നല്ല രീതിക്ക് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. പാടാൻ എനിക്കറിയില്ല, സീരിയസ് ആയിട്ട് എനിക്കറിയാം, അത് വരി ഓർക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു പാട്ടെന്ന്. പറഞ്ഞ പാടണം, ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടും. എൻ്റെ പാട്ട് ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ടെൻഷൻ ആയതല്ല, എല്ലാവർക്കും കണക്ട് ആവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പാടാം. ഓക്കെ ഓക്കെ ഓക്കെ. റാപ്പാണ്. കൊടുമക്കം മതിയെന്ന് പറഞ്ഞൊരു പരത്തിന്റെ ചിറകുകൾ അരയ്ക്കുമ്പോൾ പരത്തിക്ക് ചുരുക്കിയ തിരിച്ചൊരു പരച്ചു കൊണ്ട് അടയ്ക്കുമ്പോൾ തരയ്ക്കുമ്പോൾ തിരികെട്ടി ചീരുമോ സിരയിൽ കളവില്ല കുരുതിയിൽ കരുണയ്ക്ക് പഴമ്പില്ല കടക പിന്നടി കൊണ്ട് തിരുമ്പിച്ചിട്ടുമില്ല ചിരിമതിയിന് മുതലടി മുടി അടിപിടി വെല്ലുപിടി പുള്ളത്തിന് വിടയില്ല. കടമെടുത്തൊരു പണം അതുകൊണ്ട് തടമെടുക്കണം, ആ ഇടത്തിൽ കടത്തമ കരപ്പിടിക്കണം, ചിലവിടുത്തൊരു കടുപ്പത്തിനിടത്തിൽ മടകൾ പൊട്ടിക്കണം. തീയിൽ കുരുത്തവൻ വെയിലത്തുവാടില്ല, തീയ കുരുത്തവൻ തോറ്റുകൊണ്ട് ഓടില്ല, നേര് പറഞ്ഞവൻ നെറുകെട് കാട്ടിലെ ചേരി തിരിഞ്ഞവൻ. താങ്ക് യു സോ മച്ച്.
കിട്ടില്ല. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ക്രൂ ആൻഡ് ടെക്നിക്കൽ സൈഡിൽ നിന്ന് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് നമുക്ക് മീഡിയയുടെ പാർട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം അവർ മീഡിയ ടീം. ഒരു കൈയടിക്കില്ലേ? താങ്ക് യു. സർ നമസ്കാരം. ഇവിടെ ഹിയർ എന്തൊക്കെയോ ചോദിക്കണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്താ വന്നേ. പക്ഷെ അവസാനം ഈ സിനിമ കണ്ടിട്ട് അവസാനം ടോട്ടലി ബ്ലാങ്ക്. ശരിക്കും എൻജോയ് ചെയ്തു. ഗംഭീര സിനിമ. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ? കാരണം സ്റ്റാർട്ട് ടു എൻഡ് ഹ്യൂമർ മാത്രം, അതും കൂടുതൽ സിറ്റുവേഷൻ കോമഡി എന്ന് പറയുന്നത് നിസ്സാരമല്ല. എങ്ങനെ ഉണ്ടായിരുന്നു അത് മലയാളത്തിലേക്ക് ചെയ്യുമ്പോൾ? എത്രത്തോളം ടഫായിരുന്നു അത്? ഇല്ല, ആക്ച്വലി കൾച്ചറലി നമ്മുടെ സദർൺ പാർട്ട് ഓഫ് കർണാടക പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ ഒരു കൾച്ചറൽ ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഈ ഡബിങ് ചെയ്തിട്ടുള്ള നമ്മുടെ സതീഷ് മുതുകോൾ, I think he didn't dub, actually he recreated the cinema in Malayalam language. നല്ല പഞ്ചസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി പഞ്ചിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, അത് കൾച്ചറൽ റെഫറൻസിന് വേണ്ടി. ബട്ട് ഹീസ് ഫാബുലസ്. എന്താ വെച്ചാൽ മീ ആൻഡ് JP വി ട്രാവൽ എ ലോങ് വേ ടുഗെദർ. എൻ്റെ ആദ്യത്തെ പടം ആക്ച്വലി തുടങ്ങുമ്പോൾ ഇറ്റ് വാസ് എ തുളു ഫിലിം, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പോൾ JP ഓഡിഷനൊക്കെ വേണ്ടി വന്നത്. അപ്പോൾ അവർ നല്ല ഒരു റൈറ്റർ എന്ന് എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ ഹി യൂസ് ടു നറേറ്റ് സ്റ്റോറീസ് ടു പീപ്പിൾ. സോ ഐ സെഡ്, വൈ ആർ യു വേസ്റ്റിംഗ് സ്റ്റോറീസ്? വൈ കാൺട്ട് യു റൈറ്റ് ആൻഡ് ഡയറക്റ്റ് ആൻഡ് ബിക്കം എ ഡയറക്ടർ? But yeah, he started, but I was a little late, like, you know, because of so many things we couldn't deliver it. So after 6 years, I think he became a director in Kannada. And it's we are a team together, brother. Like, you know, me and him, and you know, we all are from, like, you know, even before I became director, we are in the same boat. I think we are all from the same house. So it's not we chose a script. I think we made it together, everybody in the team. ഡയറക്ടർ എടുത്താണ്. ഹായ്. അല്ല, സീ ഫിലിം കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല, ഫസ്റ്റ് ഫിലിമാണെന്ന് പറയത്തില്ല. ഫസ്റ്റ് പടമാണെന്ന് എന്തായാലും കണ്ടാൽ പറയത്തില്ല. അത്രയും ഡീറ്റെയിലിംഗ് നല്ല രസമുണ്ട്, ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഈ ഒരു ജേർണിക്ക് വേണ്ടി എത്രത്തോളം ടഫായിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാനായിട്ട്? കുറെ ഫാന്റസി ഉണ്ട് ഇതിനകത്ത്, കുറച്ച് റിലീജിയൻസ് വരുന്നുണ്ട്, കുറച്ച് ബിലീഫ്സ് വരുന്നുണ്ട്, എന്നാൽ ഒരുപാട് ഹ്യൂമർ വരുന്നുണ്ട്. എത്രത്തോളം ടഫായിരുന്നത്? അത് ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്, തിയേറ്ററിൽ ഡ്രാമ ഡയറക്ടറാണ്. അവിടെ നമ്മൾ മാംഗ്ലൂർ ബെൽറ്റിൽ അത് കുറേ കോമഡി ഡ്രാമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് സ്ക്രിപ്റ്റിലേക്ക് വന്നത്. പിന്നെ ഒരു 6 years ജേർണി ഉണ്ടല്ലോ, അത് ഫ്രഷ് ആവുന്നേ ഉണ്ടായി സ്ക്രിപ്റ്റ്. എങ്ങനെയാണ് ഗുരുജിയിലേക്ക് ആ ക്യാരക്ടർ നമ്മളെ സാറിന് പറയുമ്പോൾ നോക്കുന്നൊക്കെ പക്ക വില്ലനായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പക്ക ഹീറോ മെറ്റീരിയൽ. ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് കണ്ടത് കോമഡി തന്നെ ആയിട്ട്, ഇത് ഒന്നുമട്ടേ കഥയല്ലേ. അതിൻ്റെ പിന്നാണ് ഒരു ഗരുഡകമ്പന ശിവപാത്ര, അതിൻ്റെ പിന്നെ ഒരു വില്ലനായിട്ട് ഞങ്ങൾ നോക്കിയതല്ലേ. ഞങ്ങളെ മൈൻഡിൽ ഫസ്റ്റൊക്കെ ഇത് കോമഡി ആയിട്ട് നല്ല ഒരു ഹ്യൂമർ സെൻസ് ഉള്ള ആളല്ലേ. ഞാൻ ലക്കിയാണ്, എൻ്റെ പടത്തിൽ രാജ് സാർ അഭിനയിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഇതാണ് ലക്കി. ഈ 2025 പൊതുവേ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്, ഫാമിലി ഓറിയന്റഡ് സിനിമകൾ വലിയ രീതിയിൽ ബോക്സ് ഓഫീസിലടക്കം വിജയമാവണം, ടൂറിസ്റ്റ് ഫാമിലി, 3BHK. ശരിക്കും അതൊക്കെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രീമിയർ ഒക്കെ. ഇതിന് മുമ്പ് 6 years മുമ്പിൽ ഇത് തുടങ്ങി, ആർക്കറിയാം, നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒന്നുമില്ല. എന്താ വെച്ചാൽ ട്രെൻഡ്, like, you know, it always changes. Like, you know, sometimes we need to see action cinemas and then that ends. That's called saturation point. Anything cannot cross a saturation point. So once that saturation point ends, then people want to watch something subtle, something humorous, and comedy always has space. For example, CID Musa, when there is no OTT, I knew in my childhood about that film. I knew about that, like Misha Madhavan. Yeah, I knew about that film, like, you know, in my childhood. How did that happen? There was no subtitle, there was no OTT. I think comedy has that power. It translates, you know, when you reflect your face in cinema, like, you know, if cinema acts like a mirror, nammade oru athra oru simple aayittu vannal, there is a relatability. That's the reason Premam was super hit everywhere. Like, you can connect with those kind of characters. I think it's not a trend. Only, you know, comedy is not
a trend. Comedy is always the truth. It's always, you always want to laugh. You always want to have a friend like who would make you laugh for 2.5 hours. If it's cinema, then nothing like it. Yeah. ഡയറക്ടറോടാണ്. അതായത് ഇപ്പൊ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം, അതായത് ഏതൊരു സ്ത്രീയും അനുഭവിക്കുന്ന ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഇത്രയും ആദ്യം ഒരു ഹ്യൂമറിൽ കൂടെ കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞ് അത് അത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നത്തിലേക്ക് കൊണ്ടുവരിക, അത് കഴിഞ്ഞ് അതിനൊരു പരിഹാരം കാണുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നന്നായിട്ട് ഒരു സ്ത്രീയെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സാധിച്ചത്? അതെങ്ങനെ പറയാം, ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു കൂടെ ഉണ്ടല്ലേ, അമ്മയാണ്, സിസ്റ്ററാണ്, ചേച്ചിയാണ്, എല്ലാവരും കൂടെ ഉണ്ട്. നമ്മൾ കാണുന്നുണ്ട് കുറേ അവരെ പ്രോബ്ലംസ് അതെല്ലാം തലയിൽ ഉണ്ടായി. ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഇതാക്കുമ്പോൾ ബാനു എൻ്റെ എല്ലാമാണ്, എൻ്റെ ചേച്ചിയാണ്, എൻ്റെ ഫ്രണ്ട്സാണ്. കുറേ പെണ്ണുങ്ങൾ പ്രോബ്ലംസ് എല്ലാം ബാനുക്ക് അടക്ക് വന്ന് എങ്ങനെയെങ്കിൽ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യണമല്ലേ, അത് നമ്മളിതാണ്. എല്ലാവരും അമ്മയാവണം. ഒരു ആണ് അമ്മയായെങ്കിൽ മാത്രം ഒരു പെണ്ണിൻ്റെ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇങ്ങനത്തെ എത്ര ഇതായി ക്ലാരിറ്റി. No, I think for any artist, empathy is the most important thing. നമുക്ക് എംപത്തറ്റിക് ആയെങ്കിൽ നമുക്കൊരു ആനിമലിൻ്റെ ഫീലും മനസ്സിലാവും. ഹ്യൂമൻ ബീയിങ് ഇസ് എ സോഷ്യൽ ആനിമൽ, നമുക്ക് മനസ്സിലാവും. അപ്പോൾ സോ വെൻ സി ദീസ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആർ in every village, in every part of our country. We have seen them, but we don't notice them. We don't give them attention because they are not important. I think I'm so glad that JP selected a character which doesn't look important, but has so much depth. So when popular media like cinema select characters which are not important, I think that's a good sign. I'm so glad that he actually chose that character. Yeah. വേർഷൻ കാണുന്ന സമയത്തും ചില സ്ഥലത്തൊക്കെ മലയാളം കണ്ടിരുന്നു, ബോർഡുകളിലൊക്കെ ചില സ്ഥലത്ത് മലയാളം കണ്ടിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലേക്കും ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഐ തിങ്ക് ഐ ടോൾഡ് യു നോ ലൈക്ക് ഇറ്റ് ഇസ് സതീഷ് വർക്ക്. സതീഷ് പുതുക്കോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഒരു കുറച്ചും കൂടി ഒരു കൾച്ചറൽ റെഫറൻസ് വേണമെന്ന്. അപ്പോൾ അവർ നല്ല നല്ല ഡബിങ് ആർട്ടിസ്റ്റ് പിടിച്ചു. ആക്ച്വലി ചില പ്ലേസ് ബോർഡില ഓക്കെ ബോർഡിൽ മലയാളം രണ്ട് ഇതിലുണ്ട് ഉണ്ട്. അത് ഇതാണ് വി ഡിഡ്ന്റ് പ്ലാൻ ഫോർ എ മലയാളം ദിസ് തിങ്, വി പ്ലാൻ ഫോർ എ ഫിലിം. We always believed, like we need to make one film. If it is good, it will travel everywhere. If it is not good, it won't even travel in your house. So we tried to make a film, and when it got a great response there, then we pitched to Wayfarers. Watch the film, and if you really think that it will work in Kerala, we will do it. That's what we thought. And in the dubbing, he has put his best effort to make it more Malayali cinema. I think he has done it. We are not able to judge it. I think you are the better judges. So with my dubbing, I thought he's from a Mangalore this thing, so he needs to have a broken Malayalam. So I thought let me dub because I have anyway broken Malayalam. So that was the character. ഓക്കെ, ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള ഒരു കോമഡി ചെയ്യാൻ വേണ്ടി വരുമെന്ന് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തോന്നിയായിരുന്നോ? അതെ, ഇത് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഇതൊരു നല്ല കോമഡി, ഇവരുടെ കോമഡി റൈറ്റിംഗ് നല്ല കോമഡി റൈറ്റിംഗ് ആണ്. അവിടെ ഒരു വലിയൊരു ഇതുണ്ട്, എന്താ ഒരു ഡ്രാമ ട്രൂപ്പ് ഉണ്ട്. സോ അതിൽ ഇവരുടെ he has actually directed dramas which has hundreds of shows, and it's a very popular comedy dramas there. So even though it is his strength, when he's doing a comedy which is deeper and which is not very cheap or which have obscene or vulgar language, he still will come to depths of human emotion in all of his dramas. I think he used that skill here. And എൻ്റെ ക്യാരക്ടറിൽ ഇത് ബോഡി ലാംഗ്വേജ് കോമഡി തന്നെ. he is a different person and he is acting like a different person. He is kind of a guruji who is not actually a guruji. So adikku vendi he has all the details of the character, and then also we ideated how should the body language be and everything. So yeah.
കുറച്ച് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മെയിൻ ആർട്ടിസ്റ്റുകൾ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ചുറ്റുപാടുള്ള കഥകൾ, അവരുടെ ചുറ്റുപാടുള്ള ക്യാരക്ടേഴ്സ് മാത്രം. ഈ സിനിമയിൽ ഒരു പ്രത്യേകിച്ച് ഇതിനകത്തുള്ള സകല നാട്ടുകാർക്കും ഉണ്ട് റോളുണ്ട്. ഓരോ ക്യാരക്ടർ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുടെ ചെറിയൊരു കാര്യമല്ല. ഇപ്പോഴത്തെ ഒരു സിനിമകളിലെ ട്രീറ്റ്മെന്റ് കാണുമ്പോൾ എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് എന്നുള്ളതല്ല, ഒരു കണ്ടന്റ് എന്നുള്ളതല്ലാതെ മോർ ബഡ്ജറ്റ്, മോർ സൂപ്പർ ആക്ടേഴ്സ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് മാറി കണ്ടന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത സിനിമകൾ കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതുണ്ട്. അതെന്താ വെച്ചാൽ ചില സമയത്തിൽ ഇപ്പോൾ when writers dominate the industry, everything changes. When writers and director dominates the industry, when stars start dominating the industry. If like some actor act and like if we get a big OTT deal, then I think he will dictate how the film should look, and people even want to watch him because he's the big. Fortunately, in this film, nobody was big. No, everybody is like they are doing their job, and they are doing their role. I really like a cinema where there is space for everybody. Cinema should be that. Cinema shouldn't be a wedding album only where they are concentrated and everybody wishes and goes. I don't think even that's one form of cinema, but it shouldn't be in every cinema. I don't believe in that. അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഉള്ള ഒരുപാട് സിനിമകൾ ഇനി വരട്ടെ, ഞങ്ങൾക്ക് നമുക്ക് കാണാം. താങ്ക് യു സാർ. നമസ്കാരം. മലയാളം മനസ്സിലാവോ? അല്ല, കാന്താര എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഈ മലയാള ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിയ ഒരു സിനിമയാണ്. ഇതുപോലൊരു സിനിമ കന്നഡയിൽ ഇറങ്ങുമ്പോൾ ഒരു വലിയൊരു ചേഞ്ച് ആയിരുന്നു അത്. അപ്പം എത്രത്തോളം ടഫാണ് അങ്ങനത്തെ ഒരു കൾച്ചർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. നമുക്ക് അറിയാവുന്ന ഒരു ഏൻഷ്യൻ ഹിസ്റ്ററിയെ ഒരു കൾച്ചർ രൂപത്തിലേക്ക് അത് സിനിമാറ്റിക് ലെവലിലേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. എത്രത്തോളം ടഫാണ് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റുകൾ ചെയ്യാനായിട്ട്? ഓൾറെഡി ഒരു ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ്. Like when we did Kantara 1, we never had a expectation from the audience. Like we only did it to do a good film. So where we had our cultural, we needed to portray our cultural background in the terms of cinema. So we didn't had any restrictions, limitations, anything like that. We just wanted to do cinemas, and Rishabh sir was very keen and very clear about what he wanted to say to the audience. So we touched the thin line of our culture. It was not a major thing, a thin line on our culture, and rest everything was entertainment. So that's what worked on the screen. അതുപോലെ അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടു, സെക്കൻഡ് പാർട്ട് റെഡിയാണ്. പക്ഷേ ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയ ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് കാണാനുണ്ടാകുന്ന ഒരു നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഗിഫ്റ്റിന് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, സെക്കൻഡിന് അതേ എക്സൈറ്റ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അപ്പം എത്രത്തോളം എന്താ പറയാ, പേടിയാണോ അതോ are you afraid or are you excited more? No, definitely the fear will be there because now there is expectation on Kantara. But the thing is, like, we are very much excited at the same time because this time there will be a very big visual spectacle in Kantara. So the first time miracle happened, everything is okay. But this time we have to entertain. So that's the main goal. And yes, I'm very confident that we have done that as of now. So we'll leave it to audience what they can see out of our cinema. But yes, this time Kantara is huge. So I'm also waiting for that day to come. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ എന്താ കോമഡിയൊക്കെ ദഹിക്കും, അത് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് എത്രത്തോളം വർക്കൗട്ട് ആണെന്ന് ആദ്യം വിചാരിച്ചത് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ കർണാടക റിലീസ് ചെയ്യുമ്പോഴും നമുക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്ര വലിയ ഹിറ്റായിട്ട് മാറും. അതൊരു നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ നമുക്ക് we only can make cinemas and keep it before people. Even now, like, I don't know how much it will work in Kerala, but I feel like, we did the honest job that we can do. The whole purpose of the cinema is to entertain, and through entertainment tell something which is much more deeper, or like, a subject that's not been discussed much. So that we have done. Let's see. I think human emotions are same everywhere. Like, when I see Maheshanta Pratikaram in a Mangalore theatre, I relate with the character, not because I'm a Idukikaran, only because I'm a human being. I know how people feel. I think, yeah, that would happen here too if the film is good. But let's see. Sir, ഇതൊരു മലയാളം സിനിമ പോലെയാണ് കണ്ടപ്പോൾ തോന്നിയത്. വളരെയധികം ഇഷ്ടപ്പെട്ടു.
സാർ ഇതിൽ ക്യാരക്ടറുകൾ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര രസമായിട്ട് തോന്നി. ഈ നാടുന്ന ആൾക്കാർ അവരെല്ലാവരും ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണോ അതോ എല്ലാ കോ ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഐ തിങ്ക് ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു അവർ ഡയറക്ടർ. നമ്മുടെ ഡയറക്ടറുടെ ജോലിയാണത്. അവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ മംഗളാപുരത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് കിട്ടൂലേ, എന്താ വെച്ചാൽ അതൊരു ഫിലിം സിറ്റി അല്ല. അവിടെ വേറെ വേറെ ആൾക്കാർ, നോർമൽ പീപ്പിൾ അവരെ കൊണ്ടുവന്നിട്ട് അവരെ നമുക്ക് ട്രെയിൻ ആക്കിയിട്ട് പിന്നെ we need to change like artists. For example, there is a 92-year-old lady who runs from the house. Actually, she has never seen a camera in her life. It's a very interior part of Mangalore. Avaravade vannu shooting gaana vannu pinne JP spoke to her, trained her, she did well. I think all the credit goes to this man because he's very good with actors. He can that's the reason, like, there is a quote, that's a beautiful quote. Your cinema is not as good as your best actor. Your cinema is only good as your worst actor. So every actor, that's, when we do cinemas, we need to do that. Like, every actor that comes in the frame, it needs to be as good as possible. Like, that he has done. That credit goes to him. Yeah. സാർ അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു അമ്മയായിട്ട് മാറുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യാൻ തന്നെയായിരുന്നോ അതോ വേറെ എന്തെങ്കിലും? അത് അവസരം മാസമായിട്ടാണ് വരുന്നത്. അത് ഏതെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടാണോ ചെയ്തത്? അത് എന്ന് വെച്ചാൽ അത് നമ്മുടെ ആ കൾച്ചറൽ റെഫറൻസ് ഇവിടെ എത്ര ട്രാൻസ്ലേറ്റ് ആയിട്ട് നമുക്കറിയില്ല. അവിടെ ഒരു പോസ്റ്റർ വരും, അത് നമ്മുടെ ആക്ടർ ഉപേന്ദ്ര സാറുടെ പോസ്റ്ററാണ്. സോ അത് ആക്ച്വലി ഈ ക്യാരക്ടർ അവരുടെ ഫാനാണ്. ഉപേന്ദ്ര സാർ ഒരു പടം ചെയ്തിട്ടുണ്ട്, അത് തമിഴിൽ കാഞ്ചനയുടെ റീമേക്ക്, അതിന്റെ പേരാണ് കൽപ്പന. സോ അതിൽ ആ ഒരു ലുക്കിയുടെ ഒരു ഇതുണ്ട്. മേ ബി ഹി ഗോട്ട് ഇൻസ്പയർഡ്, ദ ക്യാരക്ടർ ഗോട്ട് ഇൻസ്പയർഡ് ബിക്കോസ് ഹി ഈസ് എ വെരി സിമ്പിൾ പേഴ്സൺ. അതാണ് എൻ്റെ റെഫറൻസ്. ഓക്കെ, ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്താൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും, അങ്ങനത്തെ ഇതിൽ വരും. അത് അവിടെ നിന്ന് വന്ന റെഫറൻസ് ആണ്. ഒരു സിനിമയുടെ ഒരു ഫാന്, ഒരു ആക്ടറുടെ ഫാന്, അങ്ങനെ ആ റെഫറൻസ് എടുത്തിട്ട് അവൻ വരും. അത് കുറച്ചും കൂടി മാസമായിട്ട് വന്നു. ഫസ്റ്റ് ഞാൻ പ്രൊഡ്യൂസറായിട്ട് തന്നെ പാർട്ടായി. പിന്നെ അതിനുശേഷം നമ്മുടെ ടീം ഡിസൈഡ് ചെയ്തു ഈ റോൾ ചെയ്യാൻ കുറച്ചും കൂടി ഇത് വേണു, ഈ റോള് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ തന്നെ വേണം, സോ ചെയ്യാം. അങ്ങനെ ചെയ്തു. മ്യൂസിക്